ഗൈസ്, ഇന്ന് പിള്ളേർ കുറച്ച് വിഷമത്തിലാന്ന് തോന്നുന്നു. വെള്ളം കിട്ടിയില്ല ഗൈസ്, വെള്ളം കിട്ടിയില്ല. പെട്രോൾ പമ്പിൽ വന്നിട്ട് രാവിലെ മുതൽ വെള്ളം കുടിച്ചിട്ടില്ല. ഇതാണ് അവസ്ഥ. വെള്ളമില്ല, ഇവിടെയും വെള്ളമില്ല. ഇനി കാശ് കൊടുത്ത് മേടിക്കണം. നമ്മൾ ഈ ഒരു മാസത്തെ ട്രാവലിങ്ങിലുള്ള ഒരു അവസ്ഥയൊന്നും ആലോചിച്ച്. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത്, നമ്മൾ നേരെ ഹൈദരാബാദ് പോകുന്നു. ഇന്നത്തെ സ്ഥലം കാണുന്നതിന് ഉപരി ഹൈദരാബാദി ബിരിയാണി, അതാണ് നമ്മുടെ ഹൈലൈറ്റ് ഇന്നത്. അതെ, അപ്പൊ നമ്മുടെ ഇന്ത്യ റൈഡ് സീസൺ 2 3-ാം ദിവസമാണ് ഇന്ന്. അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ വീണ്ടും നല്ല അന്തസ്സായിട്ട് തേഞ്ഞിരിക്കുകയാണല്ലേ. ഇല്ല, വെള്ളമില്ല. കിട്ടുമെന്ന് വിചാരിച്ചു, ഊറ്റി ഊറ്റി ഇത്രയും കിട്ടി. ഇല്ല, നിങ്ങൾക്ക് വന്നിട്ട് തരത്തുള്ളൂ, ഞാൻ തരത്തില്ല. എന്റെ എല്ലാം കൂടെ കൈട്ട് വരെ ജീവിക്കാൻ പറ്റും. ചേച്ചി, നിങ്ങളുടെ എല്ലാം കൂടെ എവരുടെ കൂടെ കൊടുക്കുമോ? ആരും കഴിക്കണ്ട, ആരും കഴിക്കണ്ട, അവിടെ ആരും കഴിക്കണ്ട. ശരി, ആരും കഴിക്കണ്ട. മൂരി വന്നിട്ട് എടുത്താൽ മതി. കൈവിടാ കഴിക്കും. അങ്ങനെ ഇടി ഒരു ഇത് കഴിഞ്ഞ് അടുത്ത ഫുഡ് വന്നതോടുകൂടി ഇടി കഴിഞ്ഞ്. അങ്ങനെ നിയമം രണ്ടും മാത്രമായിട്ട് സൂഹിക്കേണ്ടത്. പിണങ്ങാടാ അപ്പുക്കുട്ടൻ? അപ്പുക്കുട്ടൻ പിണങ്ങാടാ? വേണ്ട, നല്ല എരിവ്. ഇതിന്റെ പൂരി വരുമ്പോ ഞാൻ ഇച്ചിരി എടുത്തോളാം, കഴിച്ചോ. നമ്മൾ ഇവരുടെ അടുത്തുനിന്ന് പൂരിയും മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. രണ്ടും അടിപൊളിയാണ്. മസാല ദോശ നല്ല സ്പൈസി ആയിട്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ കേരളത്തിൽ ഇതുവരെ ഇങ്ങനെ മസാല ദോശ കഴിച്ചിട്ടില്ല. അത്ര അടിപൊളിയായിട്ട് സ്പൈസി ആയിട്ട് മസാല ദോശ ഉണ്ടാക്കിയത്. ഹൈദരാബാദ് എത്തി. അവിടുത്തെ ഏതാ ഗോൾക്കൊണ്ട ഫോർട്ട്. അപ്പൊ അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമ്മള് നട്ടംപൊരി വെയിലത്ത് എന്തോ ഒന്ന് 12:19 വിശക്കുന്നു. കേറി വരുമ്പോൾ അവസ്ഥ എന്താണ് അപ്പൊ കാണാം. നിങ്ങൾ കേൾക്കുന്നതോ? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ ക്ലാപ്പ് കൊട്ടുമ്പോൾ ഇത് നമുക്ക് എക്കോ അടിക്കുന്നുണ്ട്, ഇതിന്റെ സൗണ്ട്. ഇതിന്റെ മുകളിലോട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 24 ഡയമണ്ട് ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രത്യേകതരം ബിൽഡിംഗ് ആണിത്. ഇത് ഈ ഗോൾഗോട്ട മല ആക്ച്വലി 11-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ പ്രാധാന്യമുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ ഇതെന്ന് വെച്ചാല്, ഈ വൺ ക്ലാപ്പ്, ഇതിന് ക്ലാപ്പ് അടിക്കുന്നതിന് ഇവിടെ അന്നത്തെ രാജഭരണ കാലത്ത് ക്ലാപ്പ് അടിക്കുന്നതിന്റെ ഒരു സിഗ്നൽ ഉണ്ട്. ആക്ച്വലി 1 ക്ലാപ്പ് അടിക്കുമ്പോൾ രാജാവ് വരുന്നുവെന്നും 2 ക്ലാപ്പ് അടിക്കുമ്പോൾ ഗസ്റ്റ് വരുന്നുവെന്നും 3 ക്ലാപ്പ് അടിക്കുമ്പോൾ ശത്രുക്കൾ വരുന്നു എന്നുള്ള സിഗ്നൽ തരാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. നമ്മളിപ്പോ ഇവിടെ നിന്ന്
ചില ഇത് ക്ലാപ്പ് അടിക്കുമ്പോൾ നമുക്ക് അവിടെയുള്ള ബിൽഡിങ്ങിലുള്ള അവിടം വരെ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ് അറിയുന്നത് ആക്ച്വലി. അപ്പം നമുക്ക് ഇവിടെ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ദൂരെയുള്ള അത്രയും ദൂരെയുള്ള ആൾക്കാർക്ക് വരെ അത് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു നിർമ്മിതിയാണ് നമ്മുടെ ഈ ഗോൾഗോട്ട മല എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കുറെ ചരിത്ര പ്രാധാന്യമുള്ള കുറെ ഇതില നിർമ്മിച്ചിരിക്കുന്ന ഇതാണ്. അതിന്റെ കുറെ നമുക്ക് ഇത് ബിൽഡിങ് കാണുമ്പോൾ തന്നെ അറിയാം. നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി എന്താ നല്ല രീതിയിൽ ആർക്കിടെക്ചർ അതാണ് പറയാവുന്നത്. ആർക്കിടെക്ചർ നല്ല രീതിയിൽ ചെയ്തേക്കുന്ന ഒരു സംഭവം നമുക്ക് കണ്ടിരിക്കേണ്ട. അതായത് കോയമ്പത്തൂർ നമ്മുടെ ഹൈദരാബാദ് ജില്ലയിൽ കണ്ടിരിക്കേണ്ട എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ വിശദമായ കാഴ്ചകളിലേക്ക് പോകാം. കമോൺ. ഹലോ അഭി കേക്കാണോ? അടിപൊളി. ഇത് കണ്ടോ, ഈ ഭിത്തിയിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ കേൾക്കാൻ പറ്റും. ഹലോ ഇതാണ് അനീഷ് മോന്റെ ഫോട്ടോ. ഇത് പോസിങ് കളയും ചെയ്തോളും, ഡയറക്ഷൻ കളയും ചെയ്തോളും. ആരെങ്കിലും ഒന്ന് ക്യാമറ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്നല്ലേ? പൊസിഷൻ പോലും ഞാൻ കറക്റ്റ് ചെയ്തോളൂ അല്ലേടാ? ആറ്റിറ്റ്യൂഡ്. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണെങ്കിൽ അനീഷ് മോനെ പോലെ പോസ് ചെയ്യണം. ആ പോസിങ്ങിൽ നിന്ന ആളും ഇതും ഒന്ന് കണ്ടു നോക്കിയേ. പോസ് കണ്ടോ? അതാണ് ക്ലാസ് സാധനം. ഇത് സാധനം നൈസ് സാധനം ആയിരുന്നല്ലോ. ഇത് മതി, ഇത് മതി. വെയിലത്ത് നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടമാണ് നമ്മളിപ്പോ കണ്ടത്. നല്ല വെയിലുണ്ട് കേട്ടോ, രക്ഷയില്ല. എന്താ കേട്ടില്ല. ഇവിടുന്ന് ആര് ഫസ്റ്റ് എത്തുന്നുള്ളൊരു തീരുമാനമാണ്. നേരെ അപ്പൊ അനീഷിന്റെ ആ ജ്യൂസ് ഉണ്ടല്ലേ? ആരാദ്യം എത്തുന്നു? നിങ്ങൾ എല്ലാരും കൂടെ എനിക്ക് വേണ്ടി. നിങ്ങൾ എല്ലാരും അല്ല, ഞാൻ ക്യാമറമാനാണ്. ഓടിക്കോ. എടാ മോനെ, അത് ഷോർട്ട് കട്ട് അടിച്ചു. ഇതാണ് ഫോർട്ടിന്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ. ഇതിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഹൈദരാബാദ് ഫുള്ള് കാണാം കേട്ടോ. ചുറ്റിനും ഹൈദരാബാദ് കാണാം. ഞാൻ ഫോട്ടോ അടി 3 എണ്ണം തളർന്ന് കിടക്കുന്നത്. നിനക്ക് ഹൈദരാബാദ് ബിരിയാണി എന്തായാലും മേടിച്ചു തരുന്നതായിരിക്കും. ചോറ് തരുമോ? ഹൈദരാബാദ് ബിരിയാണി. നിനക്കെന്താ വേണ്ടേ? ഹൈദരാബാദ് ബിരിയാണി. അല്ല, ഹൈദരാബാദ് വന്നിട്ട് പിന്നെ ഹൈദരാബാദ് ബിരിയാണി ബിരിയാണി കിട്ടും. അവന് ഹൈദരാബാദ് വന്നിട്ട് തലശ്ശേരി ബിരിയാണി വേണമെന്ന്. ഇടയ്ക്കെന്ത് ബിരിയാണി വേണ്ട? ചോറൊന്നും ചില വീട്ടിലോട്ട് വിട്ടോ, അടുത്ത ട്രെയിൻ കയറ്റി വിടാം. ചോറും മീൻ കറി, കുറച്ച് ചോറും മീൻ കറി.